നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ധനപരമായി വലിയൊരു നേട്ടം തന്നെ വന്നു ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ സംസാരം മൂലമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വർഷങ്ങളായിരിക്കും ഇതിനു മുമ്പ്. ആ പ്രശ്നങ്ങളെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. വിദ്യാഭ്യാസപരമായി ഒരുപാട് നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സന്തോഷകരമായി നിറവേറ്റുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയും സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷക്കാലഘട്ടം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഗുണഫലങ്ങളും അതിനോടൊപ്പം ദോഷഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ഉൾപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് പൂജാതി കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൂജയാണ്. നിങ്ങളുടെ പേര് നക്ഷത്രവും കൃത്യമായി അയച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റേതായ ഗുണഫലം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഉണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടനുസരിച്ച് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക. മടിയും അലസതയും മാറ്റിവെച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ അതിൽ വന്നു ചേരുവാൻ സാധിക്കും. ആരോഗ്യപരമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അവയും ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൃത്യമായ രീതിയിൽ ചെക്കപ്പുകളെല്ലാം ചെയ്യുക, അല്ലെങ്കിൽ അതിന് മരുന്നുകളെല്ലാം കൃത്യമായി കഴിക്കുക. എന്തുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിപരീത ഫലങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ സന്തോഷത്തോടു കൂടി വിജയിക്കും അല്ലെങ്കിൽ നേടുവാൻ സാധിക്കും, ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് കരുതി ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് വരുന്നത് വിപരീത ഫലങ്ങൾ. ദുഃഖത്തിലായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരേണ്ടി വരുന്നത്. അങ്ങനെയുള്ള പലതരം അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷകൾ വലുതായി വയ്ക്കാതെ നിങ്ങൾക്ക് കിട്ടും എന്നൊരു ഉറപ്പിൽ ഇറങ്ങി പ്രവർത്തിക്കുക. കിട്ടിയില്ലെങ്കിൽ പോലും വിഷമം ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരുപാട് ദുഃഖങ്ങൾ വരുത്തുന്നത്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോട് പോവും, എനിക്ക് ആ ജോലി കിട്ടും, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാകും, അല്ലെങ്കിൽ ആ ധനം അദ്ദേഹം എനിക്ക് തരും, എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും എന്നെല്ലാം പ്രതീക്ഷയോടുകൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. വളരെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അത് കിട്ടിയാൽ പോലും നമുക്കതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമാണ് കാണുന്നത്. അവയെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അവയെല്ലാം ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ധൈര്യപൂർവ്വം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നമുക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും ഏൽക്കേണ്ടി വരും. നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി, കൂടെ നിൽക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ധനം നൽകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വിപരീത ഫലമുണ്ടാകുകയും നമ്മുടെ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ, അത് മുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ കയ്യിൽ നിന്നും ധനം ചിലവാക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഗുണത്തെക്കാളും കൂടുതൽ ദോഷങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധാപൂർവം ഓരോ കാര്യവും കൈകാര്യം ചെയ്യുക. പിടിവാശി, ദുർബുദ്ധി ഇതെല്ലാം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് ചെയ്തേ തീരൂ, അല്ലെങ്കിൽ എനിക്കവിടെ ഇപ്പോൾ തന്നെ പോകണം, അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് കൂടുതലും നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത്
നമ്മുടെ മുതിർന്ന വ്യക്തികൾ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരാജയങ്ങൾ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എടുത്തുചാട്ടം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉന്നതങ്ങളിൽ നമുക്ക് എത്തുവാൻ സാധിക്കും. പഠിക്കുവാനൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും. നിങ്ങളുടെ വാശിയും അല്ലെങ്കിൽ എടുത്തുചാട്ടം മുഖാന്തരം ഒരുപാട് ചീത്തപ്പേരുകളും അല്ലെങ്കിൽ അപവാദങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ്. കൂടാതെ വീട് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വീട്ടിനുള്ളിൽ ചിലവുകൾ വളരെ കൂടുതലായിരിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് വീടിന് വേണ്ടി ഇറങ്ങുന്ന കാര്യം തടസ്സം. ഒരു വീട് പണിയുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോണിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതിനോടൊപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു വീട്ടിൽ താമസിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് മറ്റൊരു വീട്ടിലോട്ട് മാറാമെന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീട് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുന്നു. അപ്പോൾ വീട് സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു വർഷം ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അവയെല്ലാം വളരെ കൃത്യമായ രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറുതായി വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ദാമ്പത്തിക ജീവിതത്തിലും ചെറിയ വിള്ളലുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എടുത്തുചാട്ടം മുഖാന്തരം ദാമ്പത്തിക ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കുവാൻ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. വിവാഹ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ അന്വേഷിക്കുക. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടും. പക്ഷേ ചെറിയൊരു കാലതാമസം, 3 മാസം കൊണ്ട് ശരിയാകും അല്ലെങ്കിൽ ലഭിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് 5 മാസമോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നത്തിന് ഒരു മാറ്റം കാണുന്നുണ്ട്. എന്നിരുന്നാലും കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ അതൊന്ന് കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിന് നിർത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് മുഖാന്തരവും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മുൻകോപമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭരണി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും കാര്യതടസ്സങ്ങൾ നിങ്ങൾ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അവയെല്ലാം ഒന്ന് നിയന്ത്രിച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുകയും അവിടെ പോകുമ്പോൾ ഒരു പുഷ്പാഞ്ജലി നടത്തുകയും നിങ്ങളുടെ ഈ പക്കന്നാൾ വരുന്ന ഒരു ദിവസങ്ങളിൽ ആ മാസത്തിൽ പക്കന്നാൾ വരുന്ന സമയത്ത് നിങ്ങളൊരു പാൽപ്പായസ വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറുകയും നന്മകൾ ജീവിതത്തിൽ വരികയും ചെയ്യും.